അപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന ഈ തമ്പനയിൽ കണ്ടിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇവനെന്ത് മണ്ടനാണ്, കൂളൻ ടാങ്കിൻ്റെ അകത്ത് എങ്ങനെയാണ് AC ഗ്യാസിൻ്റെ സ്മെല്ലെന്ന്. അപ്പോൾ ആക്ച്വലി അങ്ങനെ കംപ്ലയിൻറ്റ് വരാറുണ്ട്, കൂളൻ ടാങ്കിൻ്റെ അകത്ത് AC ഗ്യാസിൻ്റെ സ്മെല്ല് വരാറുണ്ട്. അത് എങ്ങനെയാണ് കൂളൻ ടാങ്കിൻ്റെ അകത്ത് AC ഗ്യാസിൻ്റെ സ്മെല്ല് വരുന്നത്, അതേമാതിരി തന്നെ ഏത് ടൈപ്പ് വാഹനങ്ങളിലാണ് അങ്ങനെയുള്ള കംപ്ലയിൻറ്റ് വരാറ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാനൊരു വാഹനം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഏത് ടൈപ്പ് വാഹനത്തിലാണ് ആ കംപ്ലയിൻറ്റ് വരാറെന്ന്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഒരു BMW X5 ആണ്. ഈ ഒരു വാഹനം വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നത് AC കൂളിംഗ് ലോ എന്നും പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങളെ പറഞ്ഞുതരാം. അപ്പോൾ ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് B58 എന്ന് പറയുന്ന 6 സിലിണ്ടർ ഇൻലൈൻ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ്. ഇനി ഈ വാഹനത്തിൽ നമ്മൾ എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 2 കൂളൻ ടാങ്ക് കാണാറുണ്ട്. ഒന്ന് ഇവിടെ ആയിട്ടൊരു കൂളൻ ടാങ്ക് കൊടുത്തിട്ടുണ്ട്, ഒന്ന് സൈഡിലായിട്ട് മറ്റൊരു കൂളൻ ടാങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിലും 2 ടൈപ്പ് കൂളൻ്റാണ് വരുന്നത്. ഏത് ടൈപ്പ് കൂളൻ്റ് ഈ വാഹനത്തിൽ വരുന്നത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി അതേമാതിരി തന്നെ ഈ ഒരു കൂളൻ ടാങ്ക് തുറക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ അകത്ത് കൂളൻറ്റിൽ AC ഗ്യാസിൻ്റെ സ്മെല്ല് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ചെക്ക് ചെയ്തിരിക്കേണ്ട ഒരു ഐറ്റം ഉണ്ട്. ആ ഐറ്റവും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഇതിൽ കണ്ടിരിക്കുന്ന കൂളൻറ്റ് കണ്ടല്ലോ, കൂളൻറ്റ് ലെവലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും AC ഗ്യാസ് ലീക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ടും ഇതിൻ്റെ ക്യാപ്പ് തുറന്ന് നോക്കണം, AC ഗ്യാസ് സ്മെല്ല് വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ AC ഗ്യാസ് സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലയിൻറ്റ് ഞാൻ പറഞ്ഞു തരാം. ഇനി അതേമാതിരി തന്നെ ഇവിടെ നിങ്ങൾ ഈ ക്യാപ്പ് നോർമലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഇതിന് ബ്ലീഡിങ് ചെയ്യേണ്ട പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ പഴയ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ പഴയ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് ലെവലും കാര്യങ്ങളും ഇവിടെ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ലെവലിൽ തന്നെ കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്ന AC കണ്ടൻസർ എന്ന് പറയുന്നത് വാട്ടർ കൂൾഡ് AC കണ്ടൻസറാണ്. വളരെ ചെറിയൊരു കണ്ടൻസറാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. വളരെ ചെറിയൊരു AC കണ്ടൻസറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ AC കണ്ടൻസർ വല്ല ലീക്കോ ഇൻറ്റേർണൽ എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരുന്ന AC ഗ്യാസ് നേരെ ഈ കൂളൻ ടാങ്കിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ കൂളൻ ടാങ്ക് തുറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് സ്മെല്ലോ കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് AC കണ്ടൻസർ റീപ്ലേസ് ചെയ്തിരിക്കണം. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്ന കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇവാപ്പറേറ്റർ ആണ്. അപ്പോൾ ഇവാപ്പറേറ്റർ മാറുന്ന വീഡിയോ ഒന്നും ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ ഈ വാഹനത്തിൻ്റെ ഇവാപ്പറേറ്റർ റീപ്ലേസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതേപോലുള്ള വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നല്ലൊരു വർക്ക്ഷോപ്പാണ് അബുദാബിയിലുള്ള ആര്യ പ്രീമിയം എന്ന് പറയുന്നത്. കൂടുതൽ ജർമ്മൻ വാഹനങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ടിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.